എനിക്ക് വന്ന കോൾ അത് താൻ എടുത്തത് എന്തിനാണെന്നാ ചോദിച്ചത്. പൃഥ്വിക്ക് വന്ന കോള് ഞാൻ എടുത്ത എന്താ കുഴപ്പം? ഞാൻ പൃഥ്വിയുടെ ഭാര്യയല്ലേ? ശരി, കോൾ എടുത്താൽ അറ്റ്ലീസ്റ്റ് മര്യാദയോടെങ്കിലും സംസാരിക്കണ്ടേ? ആരാ എന്താണെന്ന് അറിയാതെ താൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? കോൾ എടുത്തിട്ട് പൃഥ്വി വാഷ്റൂമിലാണെന്ന് പറയാം. ശ്ശോ. ആ. ശ്ശേ. എന്താ നിനക്ക് ഫോൺ എടുക്കാൻ ഇത്ര താമസം? നീ കുറച്ചു നാളായി അഹങ്കാരം കാണിക്കാൻ തുടങ്ങിയിട്ട്. ചെയ്യുന്ന ജോലിയിലും ഉത്തരവാദിത്വമില്ല. സമയത്ത് റെസ്പോണ്ട് ചെയ്യാനും വയ്യ. നീ ആരാന്ന് നിന്റെ വിചാരം? താൻ ആരാന്നോട് തന്റെ വിചാരം? താൻ വിളിക്കുമ്പോ ഇതിനോട് പൃഥ്വി ഫോൺ എടുക്കുന്നേ? ഒരു കോള് ചെയ്താ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും അറിയാത്ത താനൊക്കെ എന്ത് മനുഷ്യനാ? ഏതാണ് ഈ മേനോൻ? ഞാൻ കോൾ എടുത്ത ഉടനെ അവൻ പൃഥ്വി വഴക്ക് പറയാൻ തുടങ്ങി. മരത്തലേ കഴുത. 10 പൈസയുടെ ബുദ്ധി ഉണ്ടാവും. ഹലോ സാർ. ഹലോ. സോറി, ഞാൻ വാഷ്റൂമിലായിരുന്നു. വൈഫാ ഫോൺ എടുത്തത്. എനിക്ക് മനസ്സിലായി. ഇതൊക്കെയാണ് നിന്നോടൊക്കെ കല്യാണം കഴിക്കരുതെന്ന് ഞാൻ പറയുന്നത്. ഇതൊക്കെ വലിയ തലവേദനയാണെന്നേ. ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഇന്ന് നേരിട്ടൊന്ന് കാണണം. പുതിയ ഡീലിന്റെ കാര്യം സംസാരിക്കാനാ. ഞാൻ വന്നോളാം സാർ. ശരി, എപ്പോ എവിടെ വരണമെന്ന് ഞാൻ അറിയിക്കാം. ശരി. ഫോൺ ഭാര്യയുടെ കൈ കൊടുത്തിട്ട് എവിടെയെങ്കിലും വായി നോക്കി നടക്കരുത്. ഇല്ല സാർ. പിന്നെ അവളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം. ഞാൻ ആരാണെന്ന് നമുക്ക് അറിയില്ല. കൊന്ന് കടലിലെ മീനുകൾക്ക് എറിഞ്ഞു കൊടുക്കും ഞാൻ. ഇല്ല, കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചോളാം. നീ എങ്ങനെ ഇതിനെയൊക്കെ സഹിക്കുന്നടാ? ശരി സാർ. നീ എന്തിനാ ആശി എനിക്ക് വന്ന് കോൾ എടുത്തത്? അത് ശരി, ഇപ്പൊ ഞാൻ കോൾ എടുത്തതാണോ കുറ്റം? എന്റെ ഉറക്കം കളഞ്ഞ് കോൾ വന്നപ്പോ ഞാൻ എടുത്തതാ. എനിക്ക് വന്ന കോൾ അത് താൻ എടുത്തത് എന്തിനാണെന്നാ ചോദിച്ചത്. പൃഥ്വിക്ക് വന്ന കോള് ഞാൻ എടുത്ത എന്താ കുഴപ്പം? ഞാൻ പൃഥ്വിയുടെ ഭാര്യയല്ലേ? ശരി, കോൾ എടുത്താൽ അറ്റ്ലീസ്റ്റ് മര്യാദയോടെങ്കിലും സംസാരിക്കണ്ടേ? ആരാ എന്താണെന്ന് അറിയാതെ താൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? അയാൾ നമ്മുടെ ലോജിസ്റ്റിക് കമ്പനിയുടെ വലിയൊരു കസ്റ്റമറാണ്. ഒരു കൺസൈൻമെന്റ് കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അയാളോട് യാതൊരു വിവരമില്ലാത്ത രീതിയിൽ നീ ഇങ്ങനെ സംസാരിച്ച് ഭയങ്കര മോശമായി പോയി. ഇനി മേലിൽ എനിക്ക് വരുന്ന കോൾ എന്തെങ്കിലും എടുത്താ നീ വിവരം അറിയും. എന്തെങ്കിലും അത്യാവശ്യ കോളായിരിക്കും എന്ന് കരുതി പൃഥ്വി വാഷ്റൂമിലാണ്. തിരിച്ചിറങ്ങുമ്പോ വിളിക്കാൻ പറയാന്ന് കരുതിയാ ഞാൻ കോൾ എടുത്തത്. ഞാൻ ഹലോ എന്ന് പറയുന്നതിന് മുൻപേ അയാൾ പൃഥ്വി വഴക്ക് പറയാൻ തുടങ്ങി. അതാ ഞാനും തിരിച്ചോരോന്ന് പറയാൻ തുടങ്ങി. എന്റെ പൃഥ്വി ആരും മോശമായിട്ട് പറയുന്നത് എനിക്ക് കേട്ടു നിൽക്കാൻ പറ്റില്ല. താൻ വെറുതെ കരയാതെ. അയാളൊരു പ്രീമിയം കസ്റ്റമറാ. അതിന്റെ ടെൻഷനിലാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത്. താനിത് വിട്ടേക്ക്. ചില ആളുകൾ ഫോണിൽ വിളിക്കുമ്പോൾ വേറെ ആരെങ്കിലും എടുത്ത് എക്സ്ക്യൂസുകൾ പറയുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്കിനി കോളിൽ വന്നാൽ താൻ എടുക്കണ്ട. മിസ് കോൾ കാണുമല്ലോ, ഞാൻ പിന്നീട് തിരിച്ചു വിളിച്ചോളാം. താനിങ്ങനെ ടെൻഷൻ ആവണ്ട. ഓക്കെ? ഇപ്പൊ താൻ വിഷമിക്കണ്ട. വാ വാ. ഏയ്, കരയാതൊടു. വിഷമിക്കണ്ട കേട്ടോ. ഏയ്, TRP കുറവാണെങ്കിൽ ഈ ഷോ നമുക്ക് വൈൻഡപ്പ് ചെയ്തോടെ പൂർണ്ണിമ? പുതിയൊന്നും തുടങ്ങാമല്ലോ. ആ ഷോ കൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാവുന്നുണ്ട് ചെറിയച്ച. സ്വന്തമായി സിവിൽ സർവീസ് ഒക്കെ ട്രൈ ചെയ്യുന്നവർക്ക് ആഴ്ചയിൽ 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്താ ആ വീക്കിൽ ലോകത്തുണ്ടായ എല്ലാ പ്രധാന സംഭവങ്ങളുടെയും ഡീറ്റെയിൽസ് കിട്ടും.
അവർക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ആ സെഗ്മെന്റ് പ്രയോജനപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് നിർത്താത്തത്. ഓ അങ്ങനെയാണോ? ദെൻ ഓക്കെ. ഒരു സർവീസ് കോൺസെപ്റ്റിൽ പോകുന്ന പ്രോഗ്രാം ആണെങ്കിൽ അത് നിർത്തണ്ട. ഉം. അല്ല, നിങ്ങൾ തിരക്കിലാണോ? എന്താ അമ്മേ? നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ മറന്നുവോ? ഓ ഇത്തവണ കുടുംബത്തില് പുതിയ ആളുകൾ വന്ന വർഷ. ഉറപ്പായിട്ടും എല്ലാവരും ചെല്ലണം. ശരിയാണല്ലോ. ഈ മാസത്തെ പൂരം നക്ഷത്രത്തിന്റെ അന്നാണല്ലോ പ്രതിഷ്ഠാ വാർഷികം. എല്ലാവരോടും പറയാം. നമുക്ക് പോയിട്ട് വരാം. ഉം? ഉം. ഒരു വർഷം മുടക്കാത്തതല്ലേ? അതെ, ഇങ്ങനെ പ്രതിഷ്ഠാ വാർഷികത്തിനും ഉത്സവത്തിനു തൊഴാനും മാത്രമുള്ളതല്ല കുടുംബക്ഷേത്രം. മാസത്തിൽ ഒരു തവണയെങ്കിലും ദേവിയെ കണ്ടു തൊഴുതു പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയും ഈശ്വരവിചാരം കുറയുമ്പോ അതിന്റെ പ്രശ്നങ്ങൾ വീട്ടിലും കണ്ടു തുടങ്ങും. എന്നോട് ആരും ഒന്നും പറയാറില്ലെങ്കിലും ഈ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഞാൻ പലത് നേരിൽ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. എല്ലാവരും അടുത്തടുത്തുണ്ടെങ്കിലും മനസ്സുകൾ തമ്മിൽ വലിയ ദൂരങ്ങളും അതിർവരമ്പുകളും ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും സംഘർഷം ഉണ്ടാവും. അതൊക്കെ ഇല്ലാണ്ടാക്കാൻ ദേവിനെ അനുഗ്രഹിക്കണം. ചേച്ചി പറഞ്ഞ ശരിയാ. ഉം. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോകേണ്ടത് തന്നെയാ. പല തിരക്കുകളും വരുമ്പോ ആദ്യം ഒഴിവാക്കുന്നത് ഇത്തരം കാര്യങ്ങളായിരിക്കും. അതാ പലപ്പോഴും പോകാൻ പറ്റാതെ വരുന്നത്. അത് ശരിയല്ല. മനസ്സാണ് ഏറ്റവും വലുത്. മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്താലും നമുക്ക് സന്തോഷം സംതൃപ്തിയും കിട്ടില്ല. തിരക്കുണ്ടെന്ന് പറഞ്ഞു ചെയ്യുന്ന പല കാര്യങ്ങളും ചടങ്ങ് തീർക്കലുകളായിരിക്കും. അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്തു തീരില്ല. അതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് നമുക്ക് വേണ്ടുന്ന സമയം നമ്മൾ തന്നെ കണ്ടെത്തണം. ഞാൻ എല്ലാവരോടും പറയാമേ. എന്തായാലും പ്രതിഷ്ഠാ വാർഷികത്തിന് നമ്മൾ എല്ലാവരും പോവും. ഉം. ഹലോ. ഹലോ, കുട്ടമ്പിള്ളല്ലേ? അതെ. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോ. വളരെ രഹസ്യ സ്വഭാവമുള്ള കാര്യമാ.